നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അടുത്ത നീക്കവുമായി SFIO രംഗത്ത്. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ബന്ധം, സാമ്പത്തിക ഇടപാടിന്റെ വിശദാംശങ്ങൾ തേടി CMRL ഉദ്യോഗസ്ഥർക്ക് SFIO സമൻസ് അയച്ചിരുന്നു. CMRLലെ 8 ഉദ്യോഗസ്ഥർക്കാണ് സമൻസ് അയച്ചത്. കേസുമായി ബന്ധപ്പെട്ട് ഈ മാസം 28, 29 തീയതികളിൽ ചെന്നൈയിൽ എത്താനാണ് നിർദ്ദേശിക്കുന്നത്. കേസിലെ വിവരങ്ങൾ തേടുന്നതിനായാണ് സമൻസ്. അതേസമയം അറസ്റ്റ് നടപടികൾ തടയണമെന്ന് കാണിച്ച് CMRL ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകി. നേരത്തെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നോട്ടീസ് നൽകി. കേരളത്തിൽ മാത്രം 12 സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ SFIO പരിശോധിച്ചിരിക്കുകയാണ്. ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എക്സാലോജിക്കുമായി എന്തുതരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം. ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ്, വർക്ക് ഓർഡർ, ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിരുന്നായിരുന്നു നോട്ടീസ്. 2016-17 മുതലാണ് എക്സാലോജിക്കിന് കർത്തായുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറിയത്. IT അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് CMRLന്റെയും എക്സാലോജിക്കിന്റെയും വാദം. ഈ കാലഘട്ടത്തിൽ 10ലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അക്കൗണ്ട് പരിശോധിച്ച് SFIO കണ്ടെത്തിയത്. മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു. അന്ന് സ്ഥാപന ഉടമയിൽ നിന്നും മൊഴിയെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ടു പോയിരുന്നില്ല. ഈ വിവരങ്ങളും SFIOയ്ക്ക് കൈമാറിയിട്ടുണ്ട്. CMRLന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിനു പകരമായാണ് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് പണം നൽകിയത് എന്നാണ് ആരോപണം. പണമിടപാട് അന്വേഷിക്കാൻ ജനുവരി 31-നാണ് SFIO അന്വേഷണ സംഘം രൂപീകരിച്ചത്. പണമിടപാടിൽ രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു SFIOയും അന്വേഷണം ആരംഭിച്ചത്.